1940കളുടെ കാലഘട്ടത്തിൽ ബോളിവുഡ് സിനിമാ ലോകത്ത് ദുരന്തങ്ങളുടെ രാജ്ഞി, അതായത് ക്യൂൻ ഓഫ് ട്രാജഡി എന്നറിയപ്പെടുന്ന ഒരു നായിക ഉണ്ടായിരുന്നു. അതാണ് മീന കുമാരി. തന്റെ പിതാവായ അലി ബഷിന്റെ പാത പിന്തുടർന്ന് ചൈൽഡ് ആർട്ടിസ്റ്റായി ബോളിവുഡ് സിനിമാ ലോകത്തേക്ക് കയറിപ്പെട്ടിരുന്നു. പിന്നീട് അങ്ങോട്ട് വെച്ചടി ഉയർച്ച, പണം, പ്രശസ്തി എല്ലാം കുമിഞ്ഞുകൊടി. 1952 മീന കുമാരി ചലച്ചിത്ര നിർമ്മാതാവ് കമൽ അമ്രോഹിയെ വിവാഹം കഴിച്ചു. ആ ബന്ധം അത്ര ശരിയായി മുൻപോട്ട് പോയില്ല. തുടക്കത്തിൽ അവരുടെ ഐക്യത്തിൽ അവർ ആശ്വാസം കണ്ടെത്തിയെങ്കിലും ഈഗോ, തെറ്റിദ്ധാരണകൾ, നിയന്ത്രണ പ്രശ്നങ്ങൾ എന്നിവ കാരണം അവരുടെ ബന്ധം ഒടുവിൽ വഷളാവാൻ തുടങ്ങി. കമൽ അമ്രോഹിയുടെ കർശനമായ സ്വഭാവവും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന മനോഭാവവും മീനയുടെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തി. 1960കളുടെ തുടക്കത്തിൽ അവർ വേർപിരിഞ്ഞു. അത് മീനയെ ആകെ തകർത്തു. അങ്ങനെ ഡിപ്രഷൻ ഉണ്ടായി. അതിൽ നിന്നും ആശ്വാസം കിട്ടാൻ അവൾ മദ്യപാനം ആരംഭിച്ചു. ആശ്വാസത്തിന്, സമാധാനത്തിനും വേണ്ടി ഇടയ്ക്കിടെ മദ്യപിച്ചു തുടങ്ങിയത് താമസിയാതെ മദ്യമില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് വളർന്നു. മദ്യപാനം വർദ്ധിച്ചതോടെ മീന കുമാരിയുടെ ആരോഗ്യം വഷളാവാൻ തുടങ്ങി. മദ്യം അവളുടെ നിത്യ കൂട്ടാളിയായി മാറി. അത് അവളുടെ കരിയറിനും വ്യക്തിബന്ധങ്ങളെയും ബാധിക്കാൻ തുടങ്ങി. ദുർബലമായ അവസ്ഥ ഉണ്ടായിരുന്നിട്ടും അവൾ സിനിമകൾ തുടർന്നുകൊണ്ടേയിരുന്നു. പലപ്പോഴും അവളുടെ യഥാർത്ഥ ജീവിതത്തിലെ വേദന കഥാപാത്രങ്ങളിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി. മദ്യത്തിന്റെ ദുരുപയോഗം ശാരീരികമായും മാനസികമായും അവളെ തളർത്തി. അവസാനം 1971 മാർച്ച് 31 ലിവർ സിറോസിസ് കാരണം അവൾ ലോകത്തോട് വിട പറഞ്ഞു. നന്നായി ജീവിച്ചിരുന്ന കഴിവുള്ള ഒരു നടി ജീവിതത്തിൽ വന്ന ചില അവസ്ഥകൾ കാരണം മദ്യപാനം ആരംഭിച്ചു. പിന്നീട് അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് മാറുന്നു. അതേ തുടർന്ന് കരൾ രോഗം ബാധിച്ച് മരണമടയുന്നു. മദ്യപാനം ഇല്ലായിരുന്നുവെങ്കിൽ അവർ അറിയപ്പെടുന്ന നടിയായി മാറിയനെ. ജീവിതത്തിൽ ഇതുപോലുള്ള സാഹചര്യങ്ങളായിരിക്കും പലരെയും മദ്യപാനിയാക്കുന്നത്. ചിലർക്ക് കുടുംബ പ്രശ്നം, ചിലർക്ക് സാമ്പത്തിക പ്രശ്നം, ചിലർക്ക് മാനസിക പ്രശ്നം, ചിലർക്ക് ലക്ഷ്യബോധം ഇല്ലാത്ത കൂട്ടുകാർ, ചിലർക്ക് എൻജോയ്മെന്റ്, അങ്ങനെ മദ്യപിക്കാൻ നിരവധി കാരണങ്ങൾ. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരാൾ മദ്യപാനി ആകുന്നത് എന്നും ആദ്യത്തെ സിപ്പ് എടുക്കുന്നത് മുതൽ അയാളുടെ ശരീരത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നും അവസാനം മരണത്തിൽ എത്തുന്നത് എങ്ങനെയാണെന്നും അഥവാ അമിത മദ്യപാനം നിർത്തിയാൽ അയാൾക്ക് ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും തുടങ്ങിയ കാര്യങ്ങളാണ്. തിരുവനന്തപുരം വർക്കലയിൽ ക്രിസ്മസ് തലേന്ന് നടന്ന അരും കൊലപാതകം. 67കാരനെ 5 അംഗ സംഘം തലക്കടിച്ചു കൊന്നു. താഴെവിട്ടൂർ സ്വദേശി ഷാജഹാനാണ് കൊല്ലപ്പെട്ടത്. പ്രതികളിൽ ഒരാളെ പോലീസ് പിറ്റേന്ന് അറസ്റ്റ് ചെയ്തു. പള്ളി പരിസരത്തെ മദ്യപാനം വിലക്കിയതിലാണ് ഷാജഹാന്റെ ജീവനെടുത്തത്. 2020-21 കോവിഡിനെ തുടർന്ന് 4 മാസത്തിലേറെ ബെവ്കോയും ബാറുകളും അടഞ്ഞു കിടന്നിട്ടും 13,000 കോടി രൂപയുടെ മദ്യം വിറ്റു.